പാലക്കാട് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബുകൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ശാസ്ത്ര പ്രദർശനമാണ് സ്കൂളിൽ ഒരുക്കിയത്. പ്രദർശനം കാണാൻ വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥികളും എത്തി. സയൻസ്, ടെക്നോളജി, റിസർച്ച്, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്തമാറ്റിക്സ് അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. സ്പീഡിൽ കറങ്ങും, റേഡിയസ് കൂട്ടുമ്പോൾ ഒമേഗ കുറയും. കൺവെർജിംഗ് കോൺവേവ് ലെൻസ് ആയി കാരണം ഈ പ്രകാശം നേരെ ഭാഗത്തൂടെ മാത്രമേ പതിക്കുക. ബസ്സിലൊക്കെ പോകുമ്പോ ഇത് പോയിട്ട് ബസ് ബ്രേക്ക് പിടിച്ചു, ഇപ്പോഴങ്ങനെ പാളിയുള്ളത് ഇതുണ്ടാവും. അതിന് കാരണമായിട്ടുള്ളതാണ്. സർവശിക്ഷ കേരളം പദ്ധതിയുടെ സംഭാവനയായ അത്യാധുനിക ലാബുകൾ മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ആധുനിക വിദ്യാഭ്യാസ രീതികളുടെ ഭാഗമായ ലാബുകൾ ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണെന്ന് മമ്മിക്കുട്ടി MLA പറഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വികസിപ്പിച്ചെടുത്ത 100-ലധികം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനത്തോടെയാണ് ലാബുകൾ വിദ്യാർത്ഥികൾക്ക് തുറന്നുകൊടുത്തത്. പരീക്ഷണോപകരണങ്ങൾ നിർമ്മിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലബോറട്ടറികളുടെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ KC മുരളീധരൻ പറഞ്ഞു. ഈ 2 ലാബുകളും എങ്ങനെ നമ്മുടെ സിലബസുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് അനായാസമായിട്ട് ശാസ്ത്രപഠനം നടത്താമെന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രദർശനത്തിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഭാവിയിലും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകും. മാത്രമല്ല ഇതിനെ മാതൃകയാക്കിയിട്ട് മറ്റ് വിദ്യാലയങ്ങൾക്കും ഇതുപോലെയുള്ള ലാബുകളും പരീക്ഷണ സാമഗ്രികളും നിർമ്മിക്കാനുള്ള ഒരു പ്രേരണയുമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഡ്രീം ഹബിന്റെ അക്കാദമികവും അടിസ്ഥാന സൗകര്യ വികസനവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സൂക്ഷ്മമായ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.